IPL ആദ്യ മത്സരം സമാപിച്ചിരിക്കുകയാണ്. വിരാട് കോഹ്ലിയുടെ RCB, രജത് പട്ടിദാർ എന്ന യുവനായകന്റെ RCB ഈ IPL വിജയം നേടിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ KKRനെ തോൽപ്പിച്ചുകൊണ്ടാണ് RCB ഇപ്രാവശ്യം ഞങ്ങൾ തുനിഞ്ഞു തന്നെയാണ്, ഈ സാല കപ്പ് ഞങ്ങൾക്ക് എന്ന മുദ്രാവാക്യവുമായി മികച്ച വിജയവുമായി ഈ IPL സീസൺ ആരംഭിച്ചിരിക്കുന്നത്. ഈ IPL വരുമ്പോൾ ഉദ്ഘാടന ദിവസമായിരുന്നു. ഷാറുഖ് ഖാന്റെ നൃത്തമുണ്ടായിരുന്നു. ഷാറുഖ് ഖാനും വിരാട് കോഹ്ലിയും ചേർന്നുള്ള കോംബോ നൃത്തമുണ്ടായിരുന്നു. ദിഷ പട്ടാനിയുടെ നൃത്തമുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ വർണ്ണാഭമായ ചടങ്ങുകൾക്ക് ശേഷമാണ് ഈ IPL ആദ്യ ദിനത്തെ മത്സരം ആരംഭിച്ചത്. മത്സരത്തിലേക്ക് വരുമ്പോൾ രജത് പട്ടിദാർ, നമുക്കറിയാം ഈ സീസണിലാണ് അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുത്തത്. നേരത്തെ RCBയുടെ ക്യാപ്റ്റനായി വിരാട് കോഹ്ലി തന്നെ ഫാഫ് ഡു പ്ലസിക്ക് ശേഷം വന്നേക്കും എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു യുവ രക്തത്തെ ക്യാപ്റ്റനായി നിയമിക്കാനുള്ള തീരുമാനം RCB എടുത്തിരുന്നു. രജത് പട്ടിദാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യ ക്യാപ്റ്റൻസി ആയിരുന്നു ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചു തുടങ്ങാൻ രജത് പട്ടിദാറിന് സാധിച്ചു എന്ന് തന്നെ പറയാം. ഈ മത്സരത്തിൽ രജത് പട്ടിദാർ അദ്ദേഹത്തിനാണ് ടോസ് ലഭിച്ചത്. ടോസ് ലഭിച്ച ശേഷം RCB KKRനെ ബാറ്റിംഗിന് അയക്കുന്നു. KKRനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായിരുന്നു KKR. ആ സമയത്ത് ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ KKR കപ്പടിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ ലേലത്തിൽ KKR ശ്രേയസ് അയ്യരെ കൈവിട്ടിരുന്നു. ലേലത്തിൽ അവസാന നിമിഷം ടീമിലെത്തിയ അജിങ്ക്യ രഹാനെ എന്ന ഇന്ത്യയുടെ വെറ്ററൻ താരമാണ് KKRനെ ഈ സീസണിൽ നയിക്കാനുള്ള ചുമതല, ക്യാപ്റ്റനാവാനുള്ള ചുമതല അദ്ദേഹത്തിനാണ് വന്നു ഭവിച്ചിരുന്നത്. അപ്പോൾ KKRനെ സംബന്ധിച്ചിടത്തോളം അജിങ്ക്യ രഹാനെ എന്ന വെറ്ററൻ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ, അജിങ്ക്യ രഹാനയുടെ കാര്യം പറയുമ്പോൾ ഈ സീസണിൽ ആദ്യം അൺസോൾഡ് ആയിരുന്നു അജിങ്ക്യ രഹാന. അവസാന നിമിഷമാണ് അദ്ദേഹം KKRന്റെ നിരയിലേക്ക് എത്തിയത്. അപ്പോൾ KKRൽ ശ്രേയസ് അയ്യർ പോയ ഒഴിവിൽ അവർക്ക് ഏറ്റവും സീനിയർ എന്ന നിലയിൽ അജിങ്ക്യ രഹാനയെ ക്യാപ്റ്റനായി KKR നിയമിച്ചിരുന്നു. അപ്പോൾ KKRന് വേണ്ടി അജിങ്ക്യ രഹാനെ മിന്നും ഫോമിൽ കളിച്ച ഒരു മത്സരം കൂടിയായിരുന്നു അത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടപ്പെട്ട KKRന് വേണ്ടി പിന്നീട് ഇറങ്ങിയ അജിങ്ക്യ രഹാനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റൊന്നും നോക്കാതെ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത രീതിയാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് തന്നെ റാസിഖ് സലാം എറിഞ്ഞ ഓവറിൽ 2 സിക്സറുകൾ നേടിയ അജിങ്ക്യ രഹാനയുടെ ക്ലാസ് പെർഫോമൻസ് ഏവരും ശ്രദ്ധിക്കുകയുണ്ടായി. ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ അത് ട്വിറ്ററിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ തരംഗമായി നിൽക്കുകയുണ്ടായി. അജിങ്ക്യ രഹാനയുടെ 50ആണ് KKRനെ 174 എന്ന സ്കോറിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം 174 എന്ന സ്കോർ പലപ്പോഴും ഈ അടുത്ത കാലത്തെ T20 മത്സരങ്ങളെ എടുത്ത് നോക്കുമ്പോൾ അത്രത്തോളം സേഫായ ഒരു സ്കോറല്ല. കാരണം കഴിഞ്ഞ സീസണുകളിൽ നമുക്കറിയാം ഒരുപാട് മത്സരങ്ങളിൽ 200 മുകളിൽ സ്കോർ വരുന്ന T20 മത്സരങ്ങൾ അല്ലെങ്കിൽ IPL മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിലടക്കം നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു പിച്ചിൽ 174 എന്ന സ്കോർ അത്ര സേഫ് അല്ലെങ്കിലും പിന്നീട് ബാറ്റ് ചെയ്തപ്പോൾ RCBയെ ചേസിങ്ങിന് ഇറക്കിയപ്പോൾ അത് പിടിച്ച് എടുക്കാം അല്ലെങ്കിൽ അത് അവരെ ആ ഒരു സ്കോറിൽ പ്രതിരോധിക്കാം എന്ന രീതിയിലായിരുന്നു KKRന്റെ ആദ്യം ബോളർമാർ പന്തെറിഞ്ഞത്. പക്ഷേ ഫിൽ സാൾട്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, ഫിൽ സാൾട്ടിനെ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ KKRന്റെ ഓപ്പണറായിരുന്നു ഫിൽ സാൾട്ട് ഈ ലേലത്തിൽ RCBയുടെ നിരയിലേക്ക് എത്തുകയും ഫിൽ സാൾട്ട് ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ സ്ഫോടനാത്മകമായ ഇന്നിംഗ്സ് കാഴ്ചവെക്കുകയും ചെയ്തു. അതിനൊപ്പം അദ്ദേഹത്തിന് കൂട്ടായി വിരാട് കോഹ്ലി കൂടി എത്തിയതോടെ സ്കോർ ബോർഡ് അതിവേഗം ചലിക്കാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ പോലും ചേസിങ്ങിൽ പതറാതെ നിൽക്കുകയായിരുന്നു RCB. അങ്ങനെ വിരാട് കോഹ്ലി നമുക്കറിയാം അദ്ദേഹത്തിന്റെ കരിയറിലെ 400ാമത് T20 മത്സരമാണ് ഈ ദിവസം കളിക്കാൻ ഇറങ്ങിയത്. ഈ 400ാമത്തെ T20 മത്സരത്തിലും അദ്ദേഹത്തിന് ടീമിനെ വിജയിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. പുറത്താകാതെ അദ്ദേഹം 50 നേടിക്കൊണ്ട് ടീമിനെ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും മികച്ച പങ്ക് വഹിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുകയുണ്ടായി. അപ്പോൾ RCBയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അവരുടെ ഈ ഒരു തുടക്കം, വിരാട് കോഹ്ലി ഫോമിലാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിൽ സാൾട്ട് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയുടെ താരമായിരുന്നു. അദ്ദേഹം KKR വിട്ടുകൊണ്ട് RCBയുടെ നിരയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹവും മികച്ച രീതിയിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച തുടക്കം RCBക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ RCB ഇത്തവണ തുനിഞ്ഞു തന്നെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും.